ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. വിശാഖപട്ടണത്ത് 3 ലക്ഷത്തോളം പേർ പങ്കെടുത്ത യോഗാഭ്യാസ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ഡെറാഡൂണിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അന്താരാഷ്ട്ര യോഗ ദിനം പരിപാടികൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാംദാസ് അഠവാലെ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ വിവിധയിടങ്ങളിൽ ദിനാചരണത്തിന്റെ ഭാഗമായി. കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അധിക ജലം സംഭരിക്കാൻ സർക്കാർ കനാൽ നിർമ്മിക്കുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ നൽകുന്നതിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 ആരംഭിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച സ്ട്രോങ് റൂമിലാണ് ഇവിഎമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ സൌന്ദര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിൽ കുടുങ്ങിയ നേപ്പാൾ ശ്രീലങ്കൻ പൌരന്മാരെ ഓപ്പറേഷൻ സിന്ധുവിന് കീഴിൽ ഉൾപ്പെടുത്തി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ വ്യാപിപ്പിച്ചു. ഇറാനിലെ ശ്രീലങ്കൻ പൌരന്മാർ ടെലിഗ്രാം വഴിയോ എക്സ് പോസ്റ്റിൽ പങ്കിട്ട അടിയന്തര നമ്പറുകൾ വഴിയോ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷയുടെ 1ാം വാല്യത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച നിയമസഭാ സമുച്ചയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭാ മ്യൂസിയം ഒരുക്കുന്ന പ്രദർശനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. കേരളത്തിലെ സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തെ മികവാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾ ജനാധിപത്യത്തെ അറിഞ്ഞു വളരണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം അവസാനിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികൾ 15 ദിവസത്തിനകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ്. ജൂലൈയിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭൂമി ഉറപ്പാക്കുമെന്ന് മന്ത്രി OR കേളു. കാസർഗോഡ് പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി ദുരന്തബാധിത പ്രദേശത്ത് പട്ടികവർഗ വികസന വകുപ്പ് 10 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ ഈ വർഷം നവംബറിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി K രാജൻ. ATM കാർഡിന്റെ വലുപ്പത്തിൽ QR കോഡും 10 അക്ക ഡിജിറ്റൽ നമ്പറും ഉൾപ്പെടുന്ന കാർഡാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത്. സംസ്ഥാന വായന വാരാചരണത്തിൽ ഭിന്നശേഷി വ്യക്തികളെ പങ്കെടുപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി R ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെ ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകുന്ന തരത്തിലുള്ള ലഘുരചനകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതിനാണ് നടപടി. ബ്രസീലിൽ ഇന്ന് ഹോട്ട് എയർ ബലൂൺ അപകടത്തിൽപ്പെട്ട് 10ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. 22 പേർ ബലൂണിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിന് അവസാനിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 വിക്കറ്റിന് 72 റൺസ് എന്ന നിലയിലാണ്. കണ്ണൂർ കായലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. മയിൽ സ്വദേശി പിണറായി സ്റ്റേഷനിലാണ് ഹാജരായത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പല്ലന സ്വദേശി സുഖദേവാണ് മരിച്ചത്. തമിഴ്നാട് വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ലയത്തിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2021 KG പരമേശ്വരൻ നായരും 2022 ഏഴാച്ചേരി രാമചന്ദ്രനും 2023 N അശോകനും പുരസ്കാരത്തിന് അർഹരായി. ഈ മാസം 26 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപ വിനിയോഗിച്ചതായി മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന 2024-25 വർഷത്തെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.